ഉദാഹരണമാ, ഉടക്കുണ്ടാക്കാനല്ല. നിങ്ങളുടെ അമ്മയോ പെങ്ങന്മാരോ നിങ്ങളുടെ വീട്ടിൽ 1 മാസം വന്ന് നിൽക്കട്ടെ. നിർത്തുകയല്ല ചിലര്, അബദ്ധത്തിൽ നിൽക്കട്ടെ. അങ്ങനെ നിന്നാൽ ഒടുവിൽ നമ്മൾ അവരെ വിടാൻ നേരത്ത് ഭാര്യയോട് പറയടി, ഞാൻ കൊച്ചമ്മയെ കൊണ്ട് വണ്ടി കയറ്റി വിട്ടേച്ച്. കൊച്ചമ്മയ്ക്ക് തന്നെ പോകാമല്ലേ? ഉടനെ അടുത്ത ചോദ്യം, ഇങ്ങോട്ട് തള്ള തന്നെയാണല്ലോ വന്നേ, പിന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഇളക്കം. പറയടി എൻ്റെ മൂത്തത് കൊണ്ടുവിട്, പെട്ടെന്ന് ഇവിടെ വന്നേക്കണം. ഉടനെ വിടാൻ കൊണ്ടുപോയി. വിട്ടേച്ച് തിരിച്ചു വരുമ്പോൾ തള്ള ഗ്രില്ലെ പിടിച്ചോണ്ട് നിൽക്കുക. ഉദാഹരണമാ, നിങ്ങൾ ചെയ്തെന്നല്ല. പക്ഷെ ഈ ഇരിപ്പ് കാണുമ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. ഉണ്ട്, ചെറിയൊരു ഡൗട്ടുണ്ട്. ഗ്രില്ലെ പിടിച്ചോണ്ട് നിൽക്കുക. എവിടെ കൊണ്ട് വിട്ടു? ബസ് സ്റ്റോപ്പിൽ. ഏത് ബസ് സ്റ്റോപ്പിൽ? അവിടെ. എവിടെ? ഊന്നുകല്ല അല്ല, പിന്നെ എവിടെ? എലമന്തിട്ടല്ലോ അല്ല, കുഴിക്കാലോ, തെക്കേമേലോ അല്ല, പിന്നെ എവിടെ കൊണ്ടുപോകും? കോഴഞ്ചേരി. കോഴഞ്ചേരി. എന്തായാലും മേടിച്ചു കൊടുത്തോ? ഞാൻ ചില എന്തോ സാധനം, എൻ്റെ മൂത്ത പെങ്ങളല്ലിയോടി ഞാൻ കൊച്ചിലെ കൊച്ചമ്മ എന്നെ എടുത്തുകൊണ്ടൊക്കെ നടന്നതാ. ഒരു സാരി മേടിച്ചു കൊടുത്ത്. സാരി കീരി. ഉടനെ ഒരു കള്ളക്കരച്ചു കൊടുത്തു. നിങ്ങൾക്കല്ലേ എന്നോ എനിക്കൊരു ഉണ്ടെന്ന് ചിലതൊക്കെ. എന്നിട്ട് എന്നെ പറഞ്ഞു, കാശ് വല്ലതും കൊടുത്തോ? ഇച്ചിരി കാശും കൊടുത്തു. നിങ്ങളുടെ ഈ കാശില്ലായിരുന്നല്ലോ, കാരണം കാശെല്ലാം അമ്മമ്മയുടെ ഇല്ല. ഞാൻ ആ കടക്കാരനോട് മേടിച്ചു. എന്നിട്ട് എന്തോ പറഞ്ഞു പോയി. കൊച്ചമ്മ പറഞ്ഞു, ഒക്കെന്നെങ്കിൽ അടുത്ത മാസം ഒന്നുകൂടെ. കൊച്ചമ്മ വരികയും ചെയ്യും, നിന്റെ കൂടെ താമസിക്കുകയും ചെയ്യും. അന്നേരം ഈ മറുഭാഷയെല്ലാം അങ്ങ് നിൽക്കും, ഈ ഗ്ലോറി വിക്ടറി ഒക്കെ അങ്ങ് നിൽക്കും. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരെയും ഒരുപോലെ കരുതുന്ന, ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരുപോലെ ആദരിക്കുന്ന മാന്യ സഹോദരിമാരും ഉണ്ട്. വിരളമാണ്, ഇല്ലെന്ന് പറയത്തില്ല. പ്രശ്നം ഉണ്ടാകും ഇല്ലേ? ഒരു ഉദാഹരണം പറയാം. നമ്മൾ ജോലിക്ക് പോയി, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോ ഓടിക്കോ, വണ്ടി ഓടിക്കോ, റോഡ് പണിയോ, അല്ലെ ഓഫീസ് പണിയോ, ബിസിനസ് എന്തുമാകട്ടെ, നമ്മുടെ തിരക്ക് കൊണ്ട് ഭക്ഷിക്കാനൊത്ത്, ഉദാഹരണമാണ്, ഭക്ഷിക്കാനൊത്തില്ല. ക്ഷീണിച്ച് അവശനായി വരുമ്പം വീട്ടിൽ നിന്ന് കോള് വരും. എവിടായി? ഞാൻ നാൽക്കാലിക്ക പാലത്തിൻ്റെ അവിടായി. പിന്നെയും കോള്. എവിടായി? പാലം കഴിഞ്ഞതോട്. നിങ്ങളപ്പോൾ പാലത്തെ നിന്ന് വലിയൊരു വർത്താനം പറഞ്ഞോ? പാലത്തിന് അവിടെ വന്നപ്പോ എനിക്ക് തോന്നി. പിന്നെ ഓരോരോ കാര്യം. പാല് മേടിച്ചോണ്ട് വരണം, കൊണ്ടുവരാം. വീട് അടുക്കാറായപ്പം ഇച്ചിരി പച്ചക്കറിയും കൂടെ, ഇതൊക്കെ വീട് ആവശ്യമല്ലേ. അടുക്കാറായി പറഞ്ഞു, കൊച്ചിന് ബിസ്ക്കറ്റ് തീർന്നു, അതാണ് നീറ് തത്തും പോലെ തത്തുന്നതാ, അതും മേടിച്ചു. നമ്മൾ വളരെ ക്ഷീണിച്ചായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അമ്മയോ പെങ്ങന്മാരോ വീട്ടിലുണ്ട്. അമ്മയുണ്ടെന്നിരിക്കട്ടെ, എല്ലാവരുമല്ല, ചില സഹോദരിമാര്, എല്ലാവരുടെയും കാര്യമല്ല. അമ്മ അതൊക്കെ ഇരിക്കുക സെറ്റ് ചെയ്യല്ലേ. നമ്മൾ കയറി വരുമ്പോ അകത്തോട്ട് ചെന്നോണ്ടേ കഥ കങ്ക ചാരി, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തള്ളാനെ ഇവിടെ. ഇന്ന് രാത്രി ഇവരെ ഇവിടുന്ന് നിങ്ങൾക്ക് തന്നെ ബേബിയുടെ അടുക്കലോട്ട് വിട്. ബേബി നിങ്ങളുടെ അനിയനല്ലേ, അവന് നോക്കാൻ മേലേ. ഞാൻ തന്നെ നമ്മൾ മിണ്ടാതെ അമ്മ കേൾക്കും, ഞാൻ മിണ്ടും. എൻ്റെ അമ്മ എന്നെ 10, നിങ്ങളെ മാത്രമല്ല 10, ഞങ്ങളെയൊക്കെ 10. അപ്പൊ നമ്മൾ ഒരു തരത്തിൽ ഇവിടെ ഒന്ന് പറഞ്ഞ് പരിഗണിച്ച് മിണ്ടാതിരിക്കും. ഞാൻ നിനക്ക് ചിക്കിങ് മേടിച്ചു തരും. പിന്നെ ഞാൻ മൂന്നാറിൽ കൊണ്ടുപോകും. മൂന്നാറ് നമ്മളൊരു പരുവത്തില് ഇവളെ പറഞ്ഞ് ഒതുക്കിയ ചിഞ്ഞോട്ട് വരുമ്പോൾ അമ്മ വാതുക്കിയിരിക്കുക. നമ്മൾ ഇറങ്ങി വന്നപ്പം നമ്മൾ ഈ ഭാവ വ്യത്യാസം ഇറങ്ങി അമ്മ ജോയിക്കുട്ടിയെ എന്തുവാടാ അവള് പറഞ്ഞേ? അമ്മ അവള് ചോദിച്ചത് പ്രാർത്ഥനയ്ക്ക് ബണ്ണ് മതിയോ പൊറോട്ട മതിയോ എന്നാ ചോദിച്ചത്. അവൾ അതാന്നോ ചോദിച്ചേ? ഉണ്ണെ അമ്മ ബണ്ണ് മതിയടാ, അതാ എനിക്കും ഇഷ്ടം. അവളതാ പറഞ്ഞ്. അവളുടെ ബണ്ണ് മതിയെന്നാന്നോ പറഞ്ഞേ?
നമ്മൾ പിന്നെ ഇരുചെവി അറിയാതെ അമ്മയെ ഓട്ടോയിൽ കയറ്റി ബേബിയുടെ അവിടെ കൊണ്ടുവന്ന്, അപ്പം ബേബിയുടെ അവിടുത്തെ തള്ള വേറെ കൊടുവാളുമായിട്ട് നിൽക്കുക. എന്ത് കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് ഇത്രയും കൊല്ലം അമ്മയെ പിണക്കാൻ പറ്റുമോ, ഭാര്യയെ കളയാൻ പറ്റുമോ, സഹോദരങ്ങളെ? Subscribe and follow me.